ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുണ്ടല്ലോ കുറേ കാലത്തിന് ശേഷം നമ്മൾ എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത് വിചാരിച്ചറിയോ, ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്, തവ ഫ്രൈ. അതായത് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ദോശക്കല്ല് പോലത്തെ കല്ലിൽ ഇട്ടിട്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തുള്ളത് ഷെറി ഫിഷ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അധികം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നത്. അതുപോലെ ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ പോലെ പ്രസ് ചെയ്തോ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ മെനക്കിടാൻ മടിച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളതല്ലോ, ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാത്തിലും നല്ലതാണ്. അതുപോലെ നമ്മൾ നമ്മുടെ മുളക്, വറ്റൽ മുളകിനെ വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മളിതിൽ കൂടുതലിടുന്നത് കാശ്മീരി ചില്ലിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അധികം എരിവ് വേണ്ട. ഞാൻ എരിവ് എടുക്കാത്തതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് മസാല ഉണ്ടല്ലോ, റെഡി. ഇത്രേ ഉള്ളൂ നമ്മുടെ മസാല. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ട്. ഫിഷ് ഓരോന്നായിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ മസാല പുരട്ടി ഇതിനെ നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് എല്ലാവിടെയും നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇനി മാറ്റാം. മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ചുരുങ്ങിയത് നിങ്ങൾ ഒരു രാത്രി ഫുൾ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കാൻ പോണ്. റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഫ്രൈ ചെയ്യാൻ പോണ്. നമ്മളെന്തായാലും ഒരു കുറച്ച് എണ്ണ മതി, ഓവർ എണ്ണ വേണ്ട. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മളപ്പോൾ കല്ല് ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് എണ്ണ മതിയാവും, ഡീപ്പ് ഫ്രൈ അല്ല നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം, അത് മാത്രമാണ് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്. ലോ ഫ്ലെയിമിൽ വെക്കണം, ഓവർ എണ്ണ ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാ ചന്തല്ലേ ഇതിങ്ങനെ കയറി നമുക്ക് മാക്സിമം പറ്റുന്നത് നമ്മൾ അതിലാണ് വെച്ചാണ് കൊടുക്കാം അല്ലേ. അപ്പം നമ്മളിതിൽ 2 ഷെറിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിടണം. ഒരു 10 മിനിറ്റ് മതിയാവും നമുക്ക് മൊത്തം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ 2-3 മിനിറ്റ് ആയില്ല. അപ്പത്തിനൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ഒന്ന് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആഹാ, എന്താ നമ്മുടെ മീൻ ഫ്രൈ ഉണ്ടല്ലോ, നല്ല രീതിയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മളുണ്ടല്ലോ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണ്. നമ്മുടെ ടേസ്റ്റർ മോൾട്ടി റെഡിയാണ് അല്ലേ. മോൾട്ടി, മീൻ ടേസ്റ്റ് ചെയ്തോ, എടുത്തോ, ഇതെടുത്തോ. നീ എടുത്ത് കണ്ടിട്ടുണ്ടല്ലോ. ആഹാ, ഉള്ളി ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ പഠിച്ചു കേട്ടോ. ഇഞ്ചിയൊക്കെ എടുത്ത് മീനൊക്കെ എടുത്ത് കഴിച്ച് ഒരു കഷ്ണം ഉള്ളിയൊക്കെ കഴിച്ച് ഉണ്ട്. സൂപ്പറായിട്ട് അല്ലേ മക്കളെ. ഇത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ തവയിൽ തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിക്കുക, എല്ലാം ചെയ്തോളാം. ഓക്കെ, ബൈ ബൈ.